ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു പുതിയ വെറൈറ്റി ഗപ്പി നമ്മുടെ ഫാമിലേക്ക് വേണ്ടി നമ്മളൊരു പുതിയ വെറൈറ്റി ഗപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊറിയർ വരുത്തിയ സാധനമാണത്. വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് പാലക്കാട് നിന്ന് നമ്മളൊരു സുഹൃത്തിനെ എടുത്ത ഗപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഗപ്പികളെല്ലാം എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ വന്നിട്ടുള്ള ഗപ്പികളെല്ലാം സേഫ് ആണോ ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഓരോ പാക്കറ്റ് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ 2 വെറൈറ്റി ഗപ്പിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ ഗപ്പികളാണെന്നുള്ളത് നമ്മൾ വീഡിയോ തന്നെ നമ്മൾ കാണിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗപ്പി വന്നിട്ടുള്ള ഗപ്പികളെല്ലാം സേഫാണ്. അപ്പോൾ പാക്കിംഗ് ഒക്കെ സൂപ്പറായിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സീൽഡ് ആയിട്ടുള്ള പാക്കിംഗ് ആണ്, അതുകൊണ്ട് എയർ പോകാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഇവരുടെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ഇവരെ നമ്മുടെ ടാങ്കിലോട്ടൊന്ന് ഇറക്കി വിടേണ്ട സമയമായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ബേസിനൊക്കെ സെറ്റാക്കി വെള്ളമൊക്കെ നേരത്തെ തന്നെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ടാണ് നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഗപ്പികളെ ഇറക്കി വിടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 വെറൈറ്റി എടുത്തതിൽ ഒന്ന് നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പിയാണ്. ഫുൾ ഗോൾഡ് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളത് ഔട്ട് ക്രോസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഫുൾ ഗോൾഡ് ഗപ്പി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടാതെ എടുത്തിട്ടുള്ള വേറൊരു ഗപ്പിയാണ് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത്. ഈ ഒരു വെറൈറ്റി നമ്മളിപ്പോൾ അതിനകത്ത് ഈ ഒരു ബേസിനകത്ത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ഇതിനകത്തോട്ടൊന്ന് ഇറക്കി വിടുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവരെ ഒന്ന് ഇറക്കി വിടുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇവരുടെ ഒരു കറക്റ്റ് ക്വാളിറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളെ ഇനി ഫുൾ ഗോൾഡ് ഗപ്പിയും കൂടെ നമ്മൾ ഈ ഒരു കുഞ്ഞു ടാങ്കിനകത്തോട്ടൊന്ന് ഇറക്കി വിടണം. അപ്പോൾ ഈ ഒരു ടാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ തെർമോക്കോളിൻ്റെ ബോക്സിൽ നമ്മൾ സിമെൻറ്റ് തേച്ചെടുത്തൊരു സിമെൻറ്റ് ടാങ്കാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഈ സിമെൻറ്റ് ടാങ്കുകളിൽ കിടക്കുന്ന മീനുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ടാങ്ക് കൂടെ കിട്ടിയിട്ടുണ്ട്, അതായത് ഒരു തെർമോക്കോൾ ബോക്സ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്നതാണ്, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗപ്പികളൊക്കെ ടെമ്പറേച്ചറൊക്കെ സെറ്റായി ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പാക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് കവറൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗപ്പികളൊക്കെ പതുക്കെ ഈ ഒരു വെള്ളത്തിനകത്ത് ഇറക്കിയിടാം. ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഗപ്പികളെല്ലാം നമ്മൾ ഈ ഒരു ടാങ്കിനകത്തോട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ഏത് ഗപ്പിയാണെന്നുള്ളത്. ഇത് നമ്മുടെ റെഡ് ഹെഡ് സാന്റാക്ലോസ് എന്ന് പറഞ്ഞ ഗപ്പിയാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ 3 മെയിലും അതുപോലെ തന്നെ 4 ഫീമെയിലുമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്, കണ്ടില്ലേ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പെയർസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പ്രായം എന്ന് പറയുന്നത് ഒരു അഡൾട്ട് സ്റ്റേജ് ആയിട്ടില്ല, ഏകദേശം ഒരു 2 മാസം പ്രായമായ ഗപ്പികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹെഡിൽ ആ റെഡ് കളറൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് കിടക്കുന്ന 3 മെയിൽസിനെ വേറൊരു ടാങ്കിലോട്ട് മാറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ മെയിലും ഫീമെയിലും മാറ്റിയിട്ട് 2 പേർക്കും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് എന്തായാലും ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവരെ ബ്രീഡിങ്ങിന് ഇടുന്നുള്ളൂ. അതുവരെ നമ്മളിപ്പം ഇവിടെ കൊടുക്കുന്ന ഫുഡുകൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ഫുഡുകളാണ് ഇവിടെ കൊടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇവരുടെ ജസ്റ്റ് ഞാനൊരു ഗ്ലാസ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ഹെഡ് സാന്റാക്ലോസ് എന്ന് പറഞ്ഞ ഗപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഗ്ലാസ് വ്യൂവിൽ അതുപോലെ തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പ് വ്യൂ തന്നെയാണ് ഗ്ലാസ് വ്യൂവിന്. എന്നാലും ഗ്ലാസ് വ്യൂവിലും കാണാൻ കുഴപ്പമില്ല. അതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവിൽ കാണാൻ തന്നെയാണ്. അപ്പോൾ ഈ ഗപ്പികളെ തന്നെ ഏകദേശം പാക്ക് ചെയ്ത് ഏകദേശം 2 ദിവസത്തിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇവർ നല്ല വിശപ്പുണ്ടാവും അവർക്ക്. അപ്പോൾ ഇവർക്ക് ഞാനിപ്പോൾ കുറച്ച് RTMA കൊടുക്കുന്നതാണ്. RTMA നമ്മൾ ഹാച്ച് ചെയ്ത് RTMA ഓൾറെഡി നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സാന്റാക്ലോസ് ഗപ്പി എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെയിൽ തന്നെയാണ്. അതുപോലെ തന്നെ മെയിലും ഫീമെയിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് നോക്കാട്ടെ നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പി എങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഗോൾഡ് ഗപ്പി എന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതും ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒരു 7 മണി വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുൾ ഗോൾഡ് ഗപ്പി കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള 2 പെയറിൽ 2 മെയിൽസും അതുപോലെ തന്നെ 2 ഫീമെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെയിൽസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫീമെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഉള്ള ഫീമെയിൽസിൻ്റെ അത്രയും കളറൊന്നും കയറിയിട്ടില്ല, അതായത് അത്രയും ആ ഒരു ഗോൾഡൻ കളർ വന്നിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മെയിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെയിലാണ്. അപ്പോൾ നമ്മുടെ ഉള്ള ഫീമെയിൽസും ഈ മെയിലുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗപ്പീസ് നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ മെയിലിനെ മാറ്റിയിട്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ കുറച്ചൊന്ന് കണ്ടീഷൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇവരെ ബ്രീഡിങ്ങിന് ഇടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.